എത്രയാവും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ബഡ്ജറ്റ് കുറവാണ്, ഞാൻ കോൺടാക്ട് ചെയ്യാമെന്ന് ചോദിച്ചു. പക്ഷെ ആള് വിചാരിച്ചില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ സീറ്റ് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കാനുണ്ട്. ലാസ്റ്റ് വീണ്ടും പറഞ്ഞപ്പോൾ വിളിച്ച് 2-3 വട്ടം ആള് ഇങ്ങനെ നൈസായിട്ട് പാട്ട് എഴുതിയിട്ട് അയച്ചു തന്നു. കേട്ടോക്കെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഈ പാട്ട് വന്നിട്ട് ചേട്ടാ ഇങ്ങനെ മതിയോ വരി മാറ്റി എഴുതിട്ടെ, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ തോന്നി. അങ്ങനെ സപ്പോർട്ടായിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യണതും അതുപോലെ തന്നെയാണ്. 1 വർഷമായിട്ട് ഒരു ടീമിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ വർക്കും കാര്യങ്ങളും. പിന്നെ ഇത് ഫിലിം അവാർഡിനൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമിൻ്റെ ആൾക്കാരെന്നെ മേക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഞങ്ങൾക്ക് അഭിനയിച്ചാൽ ഷോർട്ട് ഫിലിമിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണത് ശരിയല്ലല്ലോ. അപ്പോൾ അവരുടെ ആഗ്രഹമാണ് അതൊക്കെ ഒരു ചലഞ്ചായിട്ട് പറ്റുമോ ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ചാനൽ ഇറക്കിയോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ചാനൽ തന്നെ ഇറക്കാം. അപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ചാനൽ ഇറങ്ങിയിട്ട് ഒരു ആൽബം ഇറങ്ങിയിട്ട് തന്നെ റീച്ച് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നമുക്ക് ആൾക്കാരോടൊക്കെ പറഞ്ഞു നോക്കാം, അവർ കാണണമെങ്കിൽ കാണട്ടെ, നിങ്ങൾ വേണ്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യണതുകൊണ്ടാണ് ഈ വർക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആൾക്കാർക്ക് ഇപ്പോൾ ഇത്രയ്ക്ക് ആയ കാരണം കൊണ്ട് 1 മില്യൺ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ല ഈ 1 മില്യൺ അടിപ്പിക്കാനൊക്കെ പറ്റും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല. പക്ഷെ വേണ്ട, ആൾക്കാർ ഇഷ്ടപ്പെട്ട് ചെയ്യണവർ മാത്രം മതി എന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രണ്ടിലുണ്ട്. പുള്ളിക്ക് കയറണ്ടല്ലോ അല്ലേ? എവിടെയായിരുന്നു നമ്മൾ അടിച്ച ഇൻഫെക്റ്റഡ് മോങ്ക് അല്ലേ? എറണാകുളം ആയിക്കോട്ടെ. ഇൻഫെക്റ്റഡ് മോങ്ക് എറണാകുളം കല്ലൂര്. അവർക്ക് പ്രൊമോഷൻ കിട്ടട്ടെ. പറയാൻ ഈ ഓണാശംസകൾ നേരുന്നതിന് വേണ്ടിയിട്ട് ഉണ്ണി 3 ലക്ഷം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. സത്യത്തിൽ പ്രമോദേട്ടൻ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചാടി വന്നത്. ഞാൻ വിചാരിച്ചു പ്രമോദേട്ടൻ്റെ വീട്ടിലേക്കായിരിക്കുന്നത്. പക്ഷേ ഇത് എല്ലാവരും പ്രമോദേട്ടൻ്റെ കൂട്ടുകാരും കുടുംബക്കാരോടും എനിക്ക് മനസ്സിലായി. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഗംഭീര പരിപാടിയാണെന്ന് മനസ്സിലായി. നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ മുഖത്തിൽ ആദ്യമായിട്ട് ക്യാമറ വായിച്ച ഒരാളാണ് ഇന്ന് പിന്നെയും ക്യാമറ മാനായിട്ട് നിൽക്കുന്നത്. പ്രമോദേട്ടൻ മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ ഡയറക്ടറാണ്. അപ്പേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ ഈ പരിപാടിയിൽ പങ്കു ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രമോദേട്ടൻ പറഞ്ഞ